അയൽപ്പക്കത്തെ പൂവൻകോഴി നീട്ടിക്കൂവിയപ്പോൾ ശാരദ ടീച്ചർ എഴുന്നേറ്റ് സമയം നോക്കി. 5 മണി. ജാനു വരാൻ 7:30 അതിനിനിയും ഏറെ സമയമുണ്ട്. തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്നു. അപ്പോഴതാ പതിവില്ലാതെ ഗോപാലേട്ടൻ. ശാരദേ, നീയും എണീറ്റോ? സമയം അങ്ങോട്ട് നീങ്ങണില്ല. അതേ ഗോപാലേട്ടാ, മക്കളെത്താൻ 9 മണിയാകുന്നല്ലേ പറഞ്ഞേ? ടീച്ചർ സംശയം തീർത്തു. ഓ, എന്നാലും ശാരദേ, നമുക്ക് ഭാഗ്യമുണ്ട്. എന്താച്ചാ കുറേ കാലായില്ലേ തട്ടകത്തിലെ ഉത്സവത്തിന് മക്കൾ വരാറില്ലെങ്കിലും ഈ പ്രാവശ്യം 2 പേരും വരുന്നുണ്ടല്ലോ. ശരിയാ, അടുത്ത ഉത്സവത്തിന് നമ്മളുണ്ടാവോ ആവോ. പിന്നെ മക്കളുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന വാശിയും പിണക്കവും തമാശയുമൊക്കെ ഓരോന്നോരോന്നായി ഓർത്തെടുത്ത് പറഞ്ഞ് സമയം 7:30 വടിയിലൂന്നി ഗോപാലേട്ടനും ചുമരിലും വാതിലിലുമൊക്കെ പിടിച്ച് ടീച്ചറും എഴുന്നേറ്റു. മക്കൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്ന് കരുതി ടീച്ചർ. ജാനു, നീ ഇന്ന് എന്നെ സഹായിച്ചാൽ മാത്രം മതി. പാചകമൊക്കെ ഞാൻ ചെയ്തോളാം. ജാനു ചിരിച്ചുകൊണ്ട്, ആയിക്കോട്ടെ. ഇന്ന് 2 പേരുടെയും മുഖത്തിന് എന്തൊരു തിളക്കം. 2 10 വയസ്സ് കുറഞ്ഞൂലോ. ഉത്സാഹത്തള്ളിച്ചയാൽ ടീച്ചർ അസുഖമെല്ലാം മറന്ന് ജോലിയിലേർപ്പെട്ടു. ചുക്കിച്ചുളിഞ്ഞ വിറയ്ക്കുന്ന കൈകൾ പതുക്കെ ചലിക്കുവാൻ തുടങ്ങി. മക്കൾക്കിഷ്ടമുള്ള നെയ്ദോശയും ചക്കരവരട്ടിയും അടയും ഉഴുന്നുവടയും ആദ്യമേ തന്നെ ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം ചോറും കറികളുമൊക്കെ വെക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഗോപാലേട്ടൻ കുളിയും നാമവും കഴിഞ്ഞ് വടിയും കുത്തിപ്പിടിച്ച് 4-5 പ്രാവശ്യം ഗേറ്റിലേക്ക് പോയി എത്തി നോക്കി വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് സമയം 9:30 മക്കളെ എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞു. കുറച്ചു നേരം കസാരയിൽ ഇരുന്ന ശേഷം വീണ്ടും ഗേറ്റിലേക്ക്. അങ്ങനെ ഒരു 10-12 പ്രാവശ്യം എത്തി നോക്കി. എന്നിട്ട് ടീച്ചറോട്, സമയം 11 കഴിഞ്ഞു, ഇതുവരെ എത്തിയില്ലാലോ. എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ലേ ഈ പ്രാവശ്യം തീർച്ചയായും എത്തുമെന്ന് അവർ ഉറപ്പ് തന്നിട്ടുള്ളതാ. ചിലപ്പോൾ വണ്ടി ലേറ്റായിട്ടുണ്ടാവും ഗോപാലേട്ടാ. തൻ്റെ ടെൻഷൻ പുറത്തു കാണിക്കാതെ ടീച്ചർ പറഞ്ഞു. ഭക്ഷണം തയ്യാറാക്കിയ ശേഷം ടീച്ചറും അദ്ദേഹത്തോടൊപ്പം ഗേറ്റിൽ പോയി നിന്നു. ഈ സമയം ജാനു അവരുടെ അടുത്ത് വന്നു. ജോലികളെല്ലാം കഴിഞ്ഞു. പാലട അല്പം ചൂടാറിയപ്പോൾ ഞാൻ അടച്ചു വച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ ടീച്ചർ? എല്ലാവരും അവിടെ എന്നെ കാത്തിരിക്കുക. ജാനുവിൻ്റെ മൂത്ത മകളും കുട്ടികളും ഇന്നലെ വന്നു. 2ാമത്തെ മകളുടെ മകൾ നഴ്സിംഗ് ഹോസ്റ്റലിൽ നിന്നും എത്തിയപ്പോൾ രാത്രിയായി. അതുകൊണ്ട് അവർ ഇന്നാണ് എത്തിയത്. മകൻ ശശിക്ക് ഇന്നും ഒരു കൂലിപ്പണി കിട്ടിയതാണ്. എല്ലാവരുടെയും കൂടെ കൂടുവാൻ വേണ്ടി പോകേണ്ടെന്ന് വെച്ചു. നിന്ന് വയ്യാതായപ്പോൾ ഗോപാലേട്ടനും ടീച്ചറും വരാന്തയിൽ ചവിട്ടുപടിയിൽ വന്ന് ഇരിപ്പായി. 2 മണിയായപ്പോൾ ഉത്സവത്തിൻ്റെ കൊട്ടു മുറുകി. രാവിലത്തെ ഉത്സവം അവസാനിക്കാറായി. വിശന്നു വാടിത്തടർന്ന 2 പേരുടെയും വയറ്റിൽ നിന്നും ചൂളം വിളി മുറുകി. ഈ സമയം ഗോപാലേട്ടൻ, ശാരദേ, നീ വല്ലതും കഴിച്ചോ? ഒരു ഗ്ലാസ് ചായ കുടിച്ചു. മക്കളെത്തിയിട്ട് ഒരുമിച്ച് കഴിക്കാം. എത്ര നാളായി ഒന്നിച്ചിരുന്നോ കഴിച്ചിട്ട്? അല്ല, ഗോപാലേട്ടൻ വല്ലതും കഴിച്ചോ? ഞാനും ഒരു ഗ്ലാസ് ചായ കുടിച്ചു. അവരെത്തിയിട്ടാവാന്ന് ഞാനും കരുതി. വൈകിയാലും മക്കൾ വരാണ്ടിരിക്കില്ല. വഴിയിൽ വല്ല ബ്ലോക്ക് ഉണ്ടായോ ആവോ. ഗോപാലേട്ടൻ നെറ്റിയിലെ വിയർപ്പ് മുണ്ടിൻ്റെ തലകൊണ്ട് തുടച്ചു. ബ്ലോക്കുണ്ടായാലും എത്തേണ്ട സമയമായല്ലോ. കുട്ടികൾക്ക് വല്ല വയ്യായി ഉണ്ടായോ ആവോ. കോളേജിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബിജൂട്ടൻ്റെ ചെറിയവന് എന്നും ശ്വാസമുട്ടാ. ഇവിടെ വല്ലവരും കാണിക്കാന്ന് വെച്ചാൽ സമ്മതിക്കൂല്ല. എൻ്റെ ഭഗവതി കാത്തോളണേ. ടീച്ചർ തൊഴുകയോടെ. വരാന്തയിലെ ഘടികാരത്തിൽ 3 അടിച്ചു. പടിക്കൽ കൂടി ജാനുവും മക്കളും പേരക്കുട്ടികളും കാവടി കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നു. കുട്ടികളുടെ കയ്യിൽ പീപ്പിയും ബലൂണുമൊക്കെയായി ആകെ തിക്കും തിരക്കും കളിയും ചിരിയും. ഗേറ്റിലെത്തിയപ്പോൾ അത്ഭുതത്തോടെയും അതിലേറെ വിഷമത്തോടും കൂടി ജാനു, ഗോപാലേട്ടാ, മക്കൾ ഇതുവരെ എത്തിയില്ലേ? ഇല്ല. സമാധാനിപ്പിക്കുവാൻ വേണ്ടി ജാനു വീണ്ടും, രാത്രി പൂരത്തിന് എന്തായാലും എത്താണ്ടിരിക്കില്ല. 2 മുഖം വല്ലാണ്ട് വാടിയിട്ടുണ്ടല്ലോ. ഊണ് കഴിച്ചില്ലേ? മക്കൾ വന്നിട്ടാകാമെന്ന് കരുതി. ടീച്ചർ പ്രതീക്ഷയോടെ. അയ്യോ, നിങ്ങൾ 2 പോയി വേഗം ഭക്ഷണം കഴിക്ക്. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതാ. ജാനു പോയി മറിയുന്നത് വരെ അവർ നോക്കിക്കൊണ്ടേയിരുന്നു. 2 പേരും അകത്തു പോയി ഓരോ ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ച് പോയി കിടന്നു. ഫോൺ ബെൽ മുഴങ്ങിയപ്പോൾ ഗോപാലേട്ടൻ എടുത്ത് സംസാരിച്ച ശേഷം നിരാശയോടെ ടീച്ചറോട്, ബിന്ദുവാണ്. അവൾക്ക് ഇന്ന് ഓഫീസിൽ വലിയ തിരക്കാണെന്ന്. തന്നെയുമല്ല, കുട്ടികൾക്ക് പരീക്ഷ അടുത്തെന്ന്. അതുകൊണ്ട്
അടുത്ത കൊല്ലം വരാമെന്ന്. അദ്ദേഹം അവിടെ ചാരുകസേരയിലിരുന്നു. മനസ്സിലെ വിഷമം മുഖത്ത് നല്ലപോലെ പ്രകടമാകുന്നത് കണ്ട് ടീച്ചർ, ബിജു എന്തായാലും വരും, അവൻ അത്ര ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. 5 മണിയായപ്പോൾ ഫോൺ വീണ്ടും ശബ്ദിക്കാൻ തുടങ്ങി. ഈ പ്രാവശ്യം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഫോൺ എടുത്തത്. റിസീവർ വെച്ചതും കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഇടറുന്ന ശബ്ദത്തോടെ, ബിജുവാണ്. തൊണ്ട ഇടറി കുറച്ചു നേരം നിർത്തിയ ശേഷം, അവന് ബിസിനസ് തിരക്കാണിപ്പോൾ. വർഷാവസാനമായതിനാൽ കണക്കുകൾ കൊടുക്കണമെന്ന്. അവനും അടുത്ത വർഷം വരാമെന്ന്. വൈകിട്ടുള്ള ജോലി ചെയ്യുവാനായി ജാനു വന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു. അടുക്കളയിൽ നോക്കിയപ്പോൾ കാപ്പിയും പലഹാരങ്ങളും ചോറും കറികളും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നതുപോലെ തണുത്ത് കട്ട പിടിച്ചിരിക്കുന്നു. മുറിയിൽ നോക്കിയപ്പോൾ 2 പേരും കിടക്കുകയാണ്. ഉള്ളിലെ വിഷമം വെന്തുരുകി ലാവയായി കുഴിഞ്ഞ കണ്ണുകളിലൂടെ ഒഴുകുന്നു. ജാനുവിനെ കണ്ടപ്പോൾ തളർന്നു താഴ്ന്ന ശബ്ദത്തോടെ ടീച്ചർ, ജാനു, നീ എത്ര ഭാഗ്യവതിയാ. ഇന്ന് നീ ഇവിടത്തെ രാത്രി ജോലി ഒന്നും ചെയ്യണ്ട. വേഗം പോയി കുട്ടികളെ കൂട്ടി പൂരം കാണാൻ പൊക്കോളൂ. നാളെ ഉച്ചതിരിഞ്ഞ് വന്നാൽ മതി. പിന്നാലെ ഗോപാലേട്ടൻ്റെ വാക്കുകൾ, ജാനു, നിന്റെ ജീവിതം നിറമുള്ളതാ. ചെല്ലു, വേഗം മക്കളുടെ അടുത്തേക്ക്. സമയം കളയണ്ട. എല്ലാ നിറങ്ങളും കൂടിച്ചേർന്ന് ഒരു മഴവില്ലാവട്ടെ. ജാനുവിന് വിഷമം അടക്കാൻ സാധിച്ചില്ല. സമാധാനിപ്പിക്കുവാൻ വാക്കുകളില്ലാതെ നിറഞ്ഞ കണ്ണുകളുമായി അവൾ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം പ്രഭാതത്തിൽ അയൽപക്കത്തെ പൂവൻകോഴി പല പ്രാവശ്യം നീട്ടിക്കൂവിയിട്ടും അവർ അറിഞ്ഞില്ല.